ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നല്ലത്. വരുന്ന ബസ്സുകളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം. വരുന്ന എല്ലാ ബസ്സും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അഭിരാമി വരുന്ന ബസ്സിൽ കോളേജിന്റെ ബാൻഡ് ഉണ്ടാവും. ഓ എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണെന്നറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു. വെൽക്കം. ഈ വരുന്ന കക്ഷി ആള് ചില്ലറക്കാരിയല്ലെന്ന് തോന്നുന്നു. എന്തായിരുന്നു മറ്റു പിള്ളേരുടെ ഒരു ബഹളം ഫോൺ വന്നപ്പോ? അവളോ ഇന്റർനാഷണൽ കുഴപ്പക്കാരിയല്ലേ? അവിടെ വന്നിരിക്കുന്നു അവളുടെ വാലി കെട്ടാൻ കൊള്ളില്ല. കുട്ടിക്കാലം തൊട്ടേ അവള് കുസൃതിയാണ്. പക്ഷേ എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞ ഡാർലിംഗ് ഓഫ് ദ ഫാമിലി. ബസ് സെന്റ് ഫിലോമിനാസ് കോളേജ്. ഹലോ, സ്റ്റോപ്പ്. രവിചന്ദ്രൻ ഹിയർ. ആമി, എന്താടി ആകെ കോലം കിട്ടു പോയല്ലോ. എന്ത് ടൂറായിരുന്നു? ചുമ്മാ എക്സ്കർഷനോ അതോ സ്റ്റഡി ടൂർ? ആമി, മീറ്റ് മിസ്റ്റർ ഡെന്നിസ്, മൈ ഫ്രണ്ട്, മൈ പാർട്ട്ണർ. പോവാം, അവിടെ പിള്ളേരൊക്കെ നിന്നെ കാത്തിരിക്കുക. വാ. എത്ര ദിവസത്തേക്ക് ഈ സ്ഥലത്ത്? വെക്കേഷൻ കഴിയുന്നത് വരെ. അതാ മുത്തശ്ശന്റെ പ്ലാൻ. എനിക്ക് വരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. മുത്തശ്ശന്റെ നിർബന്ധ. വെക്കേഷൻ കഴിയാനൊന്നും ഞാൻ നിൽക്കില്ല. ഞാൻ വേഗം തിരിച്ചു പോകും. അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അവിടെ എത്തിക്കഴിയുമ്പോൾ നീ തിരിച്ചു പോകുന്നില്ല എന്ന് പറയും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അപ്പത്തിലായിരുന്നു. പോവാം. നീ പറഞ്ഞതുപോലെയല്ല, ഈ കുട്ടി വളരെ ഗ്ലൂമിയാണല്ലോ. എന്തോ ഉണ്ട്. അവളെ ഇങ്ങനെ ഞാനും കണ്ടിട്ടില്ല. എന്താ എല്ലാവർക്കും എന്തിനാ ബഹളം? ആമി, ഞങ്ങളൊക്കെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു നിന്നെ. വൈ? ആര് പറഞ്ഞത്ര ആങ്ഷ്യസ് ആവാൻ? എവിടെ ബെഡ്റൂം? മോളിലാ. What's this, yeah? Something wrong. മുത്തശ്ശി, ആമി ചേച്ചി വന്നോ? താഴെ ബഹളം കേട്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നിട്ട് അവളെവിടെ? അവിടെ റൂമിൽ കിടക്കുന്നു. ഭയങ്കര മൂടി, ദേഷ്യം. മുത്തശ്ശൻ വന്ന് നോക്ക്. എവിടെ മുത്തശ്ശന്റെ ആമക്കുട്ടി? എന്താ കണ്ണാ? എന്താ എന്റെ മോക്ക് എന്ത് പറ്റി? സംതിങ്. എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നില്ല. എന്താണെങ്കിലും അതങ്ങ് മാറ്റി വെക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആമക്കുട്ടിയെ തിരിച്ചു കിട്ടണം. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ആകെ അപ്സെറ്റ് ആയിരിക്കാണ്. എന്റെ മോക്ക് ദേഷ്യവും വാശിയും ഒക്കെ കൂടിയിരിക്കുന്നു പറഞ്ഞിട്ട്. നീയേ വെക്കേഷന് വരുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞു. നിന്റെ മൂടൊന്ന് മാറ്റിയെടുക്കാനാ നിർബന്ധമായും നീ വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞത്. അതൊക്കെ സാരല്ലേ. അവള് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. അവളൊന്ന് ഫ്രഷ് ആവട്ടെ. അതെ, കുട്ടികളൊക്കെ ആകെ ഡിസപ്പോയിന്റ് ആയിരിക്കുക. നീ ചീറപ്പായാലേ അവരും ഹാപ്പി ആവൂ. യു ഗെറ്റ് മീ? ഞാൻ ചെന്ന് മോക്ക് നല്ല ചൂടായിട്ട് നെയ് റോസ്റ്റ് കൊണ്ടുവരാം. ആമി, ഇത്ര പോസ് വേണ്ടട്ടോ ആമി. നീ വരുന്നെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോ കാണണമായിരുന്നു ഇവിടുത്തെ ഒരു ബഹളം. ഞങ്ങളൊന്ന് ഡിസൈഡ് ചെയ്തു, തിരിച്ചു പോവാ. മതി,
വെക്കേഷൻ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ വരാന്ന് വെച്ചത്. മേമയുടെ കുട്ടികൾ എല്ലാരും ബോംബെക്ക് വിളിച്ചു. പോവായിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോ. ബോംബെക്ക് മേമയുടെ കുട്ടിയോടോ? നീ ആരാടിയാ? പോകോ തിരിച്ചു പോവല്ലേ? ആമിയുടെ മൂട് മാറി, എല്ലാം കൂടി വീട് തലകീഴായി മറിച്ചു. ഭാഗ്യം ചെയ്തവരാ നമ്മൾ. ഈ കുട്ടികളുടെ കളിയും ചിരിയും കണ്ണടയ്ക്കുന്നവരെ കാണാൻ സാധിക്കണേ എന്റെ ഗുരുവായൂരപ്പാ. ഒരു പ്രാർത്ഥന, ഒരാഗ്രഹം, അത്രേ ബാക്കിയുള്ളൂ. രവിയുടെ വിവാഹം. നിന്റെ ഒരു കണക്കുകൂട്ടലിൽ അവൻ ആരെയാകും ഇഷ്ടമാവുക? ഒന്നിനൊന്ന് മിടുക്കികളല്ലേ 5 പേരും. ആരായാലും നമുക്ക് ഒരുപോലെയല്ലേ. പക്ഷേ എന്താ അവന്റെ മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം? 5 പേരിൽ ഒരാളാവണം, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നാലേ എന്റെ ബാങ്ക് ബാലൻസ്, ഷെയർസ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഞാൻ അവർ കൊടുക്കൂ. പുറത്തൊരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പൈ ഞാൻ അവന് കൊടുക്കില്ല. അതിപ്പോ അവൻ അറിയണ്ടേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന്? അറിയരുത്. ഈ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനുള്ളിൽ അവൻ ഏതെങ്കിലും ഒരു മുറപ്പെണ്ണോട് ഇഷ്ടം തോന്നട്ടെ. അങ്ങനെ വന്നാൽ ഇത് നാച്ചുറൽ ആകൂ. അതുവരെ ഇത് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ ഞാൻ കുളമാക്കി തരാം കേണൽ സി.ആർ. മേനോൻ. ഓ, അപ്പൊ ഇതാണ് മുത്തുവിന്റെയും മുത്തിയുടെയും പ്ലാൻ. എടി ഭയങ്കരി, നീ ഇതിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സകല പ്ലാനും പൊട്ടി അറിഞ്ഞാൽ നാട് മുഴുവനും പാട്ടാവും. അപ്പൊ ഇതിനാണ് പേരക്കുട്ടികളെ എന്നുള്ളിച്ച് രണ്ടും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയത്. നോട്ട് ബാഡ്. ആമി, നീ ഇവിടെ കേട്ടത് എങ്ങാനും പുറത്തുപോയി പറഞ്ഞ പിന്നെ ഈ മുത്തശ്ശൻ മിണ്ടൂല. ഷുവറാ. ഐ ഡോണ്ട് കെയർ. എനിക്ക് ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കാനാവില്ല മുത്തു. ഈ നെഞ്ചിനകത്തൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഞാനിന്ന് പോയിട്ടേ ആ പെൺപിള്ളേരോട് രവിയോടും പറഞ്ഞിട്ട് വരാം. മുത്തശ്ശന്റെ പൊന്നു മോളല്ലേ. എന്ത് തരും? എന്ത് തരാൻ? ഒരു 1000 rupees. ബ്ലാക്ക് മെയിലിംഗ്. ആ 1000 മണീസ് കിട്ടിയാൽ ഞാൻ എന്റെ നെഞ്ചിലെ സഫോക്കേഷൻ അങ്ങ് സഹിക്കും. അതങ്ങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണൊന്നും വേണ്ട മുത്തു. പണം വാങ്ങിയിട്ട് കാല് മാറിയാ മാറാതിരിക്കാൻ പിന്നെ നല്ല ഹോം മെയ്ഡ് വൈൻ കാണുമല്ലോ കയ്യില്. ഒരു പെഗ് തരുമോ? ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അവള് നമ്മുടെ ചുണക്കുട്ടനല്ലേ. എന്റെ പൊന്നു ലോറൻസ്, നീ തിരുകൊണ്ട് പോ. അതല്ലെന്നേ, ഞാൻ പലിശ കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയായല്ല. നീ പോ ലോറൻസേ. മുതല് തിരിച്ചു കിട്ടാ പുള്ളിക്കാരൻ അടങ്ങത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളി. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. എടോ, സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. പോയി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യൂട്ടാ. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷം മേടിച്ച് നീ നിന്റെ മുതലാളിക്ക് കൂടെ ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല അതെ, എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? അല്ല, നീ എന്താ ഇവിടെ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കുറെ കാർഡ്സ് അയച്ചു, ഫോൺ ചെയ്തു, പിള്ളേർ സെറ്റിന് കുറെ ചോക്ലേറ്റ്സ് വാങ്ങി, പ്ലസ് അല്ലറ ചില്ലറ ഷോപ്പിംഗ്. മുത്തു കുറച്ച് പോക്കറ്റ് മണി തന്നേ. എന്താ മോളെ ഒരു അപലക്ഷണം കെട്ട ചിരി? ആരെ മോനെ ലോറൻ? ലോറൻ, മൈ ഫ്രണ്ട്, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. എന്താ? അല്ല ഒന്നുമില്ല. ഈ ക്ലോസ് ഫ്രണ്ട്സിന് ഇങ്ങനെ കാശ് കൊടുക്കുവോ കാണാൻ വരുമ്പോ? ഓ, എല്ലാം മാറിയെന്ന് വാച്ച് ചെയ്യായിരുന്നു അല്ലേ? ബോബന് മുകളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലൊന്നും ഉണ്ടാവുമല്ലോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങളില്ലാതില്ല. എന്താ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നു സ്വാമി. എന്ത് വഴി? ഏത് വഴി? അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. ദിസ് ഈസ് കന്നഡ. മേക്ക് ഇറ്റ് ഇൻ മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താന്ന് വെച്ചാ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ.
5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ಮತ್ತೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ಮತ್ತೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತ್ತಂದು പോയി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ നിനക്ക് കന്നഡ അറിയാമോ? ഏയ് ഞാനാ ടൈപ്പല്ലേ. തമാശകളാ, ഇത് സംഗതി സീരിയസാ. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ പിന്നല്ലാതെ. എടാ ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കൊണ്ടേ എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്നു. ഇനി കുട്ടികളെല്ലാവരും ഇരിക്കൂ. നീ എന്താ പറഞ്ഞേ? വെക്കേഷൻ ഒരു ത്രില്ല് പോരാന്നോ? ത്രില്ല് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മോളെ. ഇത് എവിടുന്ന് കിട്ടി? വൈൻ ഷോപ്പിൽ കയറി വാങ്ങിച്ചു. എന്റെ ഈശ്വര, സമ്മതിച്ചു നിന്നെ. അമ്മേ, നമ്മളിത് കുടിക്കാൻ പോവാ? അല്ലല്ല, നമ്മളെ ഇതുകൊണ്ട് മുഖം കഴുകാൻ പോവാ. കൊഞ്ചാണ്ട് ഗ്ലാസ് നിരത്തിയേക്കടി. ഞാനത് നോപ്പിടിച്ചേട്ടെ. നോട്ട് ബാഡ്. പ്ലീസ് അമ്മി, എനിക്ക് വേണ്ട. വേണേ അടിച്ച് നിന്റെ കണ്ണട ഞാൻ മെഡിലോബ്ലങ്ങായിട്ട് കയറ്റും. മുത്തച്ഛനെങ്ങാനും അറിഞ്ഞ പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ ആളുടെ ചന്തിക്കിട്ട് ഞാൻ പടയ്ക്കും. ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ? വൈനിലോ? ഫുഡ്. നിന്നെയൊക്കെ ഇതിനെ സഹകരിപ്പിക്കണേ, എന്നെ തല്ലണം. എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ജിന്നാണ് വേണ്ടത്. പിന്നെ നിനക്കൊന്നും അതിനൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈനിൽ ഒതുക്കിയത്. വെയിറ്റ്. മൈ ഗോഡ്, സിഗരറ്റോ? സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട്. ആണോ? എന്നാ നീ മുറി കൂടെ പോയിട്ട് കാണിച്ചേ. അതൊന്നും വേണ്ട, ചുമയ്ക്കും. പെട്ടെന്ന് കുടിക്കാം, ആരെങ്കിലും കണ്ടാ. കമോൺ. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറോ മറ്റോ വേണോ? കൂട്ടത്തിൽ സ്മാർട്ട് ഒന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എല്ലാരും കൂടെ കൂടിയപ്പോ വൈനാ. വൈനിന്റെ ഡ്രിങ്ക് അല്ലേ? അതെ, വൈനില തുടങ്ങ, പിന്നെ വീര്യത്തിലേക്ക് കടക്കാമല്ലോ. ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്ക്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. വാ നടക്ക്. ഡെന്നിസേ, എന്റെ പൊന്നു ഡെന്നിസേ, മാപ്പാക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ഡെന്നിസാണ് സത്യം. മാപ്പാക്കണം. ആക്കെന്റെ ഡെന്നിസേ. ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. 5 കസിൻസ് ഒബ്രു മധു മാടിക്കൊണ്ടേ. ഓ അതോ? അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ ഒന്നും ഇല്ലെന്നേ. ഓ പറയാം. 5 കസിൻസ് നെല്ലി ആരാവതു? സൂര്യനെല്ലി. 5 കസിൻസ് അവന്റെ അമ്മയുടെ കോപ്പിലെ. ചങ്കു, അർത്ഥം കിട്ടിയടാ. അവളെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താടാ? അതായത്
നീ നിന്റെ 5 കസിൻസിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ചാൽ നിന്റെ മുത്തച്ഛന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മുഴുവൻ നിനക്കുള്ളതാണ്. അതാണ് സംഭവം. എന്റെ ഡെന്നിസേ, ആ കിളവന്റെ കയ്യിൽ മുടിഞ്ഞ പണം ഉണ്ടാ. അത് മുഴുവൻ കിട്ടിയാ ഞാനൊരു കലക്കലിടാ. പക്ഷെ ആ പെണ്ണാരാണെന്ന് അറിയണ്ടേ? എന്തിനാടാ? ഏതെങ്കിലും ഒരു കുരിശെടുത്ത് തോളത്ത് വെച്ചാ പോരെ? പോരല്ലോ. നീ പ്രപ്പോസ് ചെയ്യുന്ന പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ, അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിലോ, അപ്പൊ നിന്നെ പ്രേമിക്കുന്നവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് കെട്ടുന്നതല്ലേ ഈസി. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇതുവരെ അതിനോടൊരു ക്ലൂ കിട്ടിയില്ലോ. ഒരു ക്ലൂ എന്റെ ഉണ്ടല്ലോ. ടേപ്പ് കാർഡ് റിപ്പയർ ചെയ്ത് ശരിയാക്കി അതിന്റെ കാസറ്റ് ഒട്ടിച്ച് ഇതിനകത്ത് ഇട്ടുണ്ട്. ഇനി കാസറ്റ് കുരുങ്ങി പരങ്ങി എന്ന് പറഞ്ഞ് എന്റെ തന്നാൽ ഇത് ഞാൻ തല്ലി പൊളിച്ച് കുതിരക്ക് ടേപ്പ് കാർഡ് ഫ്രൈ എന്ന് പറഞ്ഞ് ഇട്ടു. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഒരു കുഴപ്പമുണ്ടാവരുത്. ആരാത്? ജ്യോതിയാണോ? എനിക്ക് തോന്നുന്നതാ SP യുടെ മോളില്ലേ, ട്രിവാൻഡ്രം. ദേവിക. അതല്ല. ഇത് അപർണയാണോ? ഗായത്രിയാണോ? പാർട്ടിയാ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രിയാണെന്ന് തോന്നണേ. അടിയടാ. അയ്യോ, പോയി. പേപ്പർ പിന്നെയും പോയി. അവളും പോയി. അയ്യോ! അയ്യോ!